സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ. 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 2 പിഞ്ച് ബിരിയാണി മസാല, ആവശ്യത്തിനായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. ഇതിൽ ഇഞ്ചി വളരെ കുറച്ചെടുക്കണം, വെളുത്തുള്ളി കൂട്ടിയെടുക്കണം. ഇതൊരു മുട്ട ബീറ്റ് ചെയ്തെന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമാണ് എടുത്തത്, കാരണം 500 ഗ്രാം ചിക്കനേ ഉള്ളൂ, അതുകൊണ്ടാട്ടോ. 1 സ്പൂൺ വിനീഗർ, 2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ കൂടെ ആഡ് ചെയ്യാം. 1/2 സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ കട്ടായി പോയതാണ്. ഇത് ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് മുളക് പൊടി കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു മണിക്കൂറേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കന് ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാണ് പൊരിച്ചെടുത്തത് കേട്ടോ. ഒരു സൈഡ് ആവുന്ന സമയത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിട്ടോ. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണിത്. അപ്പോൾ ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.